നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണയായിട്ട് കേട്ടുവരുന്ന ചില വാക്കുകളുണ്ട്. സ്ട്രെസ്, ടെൻഷൻ, മാനസിക പിരിമുറുക്കം എന്നൊക്കെ. മാനസിക പിരിമുറുക്കം സാധാരണഗതിയിൽ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അനുഭവിക്കാത്തവരില്ല എന്ന് തന്നെ പറയാം. അതിപ്പോൾ ഏത് പ്രായക്കാരിലായാലും, കൗമാരക്കാർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ, യുവാക്കൾക്ക് അവരുടേതായ പ്രശ്നങ്ങൾ, ഇനി തൊഴിലിടങ്ങളിൽ അവരുടേതായ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളാണ്. എന്താണ് യഥാർത്ഥത്തിൽ മാനസിക സമ്മർദ്ദത്തിന് കാരണമാകുന്നത്? പിരിമുറുക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുബന്ധ പ്രശ്നങ്ങൾ എന്തെല്ലാം? ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ CJ ജോസഫ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഇപ്പം എന്ത് പ്രശ്നങ്ങൾക്കും മാനസിക സമ്മർദ്ദമാണ്, പിരിമുറുക്കമാണ്. കുഞ്ഞു കൊച്ചുങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പോലും മാനസിക സമ്മർദ്ദമാണ്. യഥാർത്ഥത്തിൽ മാനസിക സമ്മർദ്ദം അഥവാ പിരിമുറുക്കം എന്നാൽ എന്താണ്? അതൊരു പ്രശ്നമാകുന്നത് എപ്പോഴാണ്? നമ്മളിപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ സംസാരിക്കുന്ന ഭാഷ മംഗ്ലീഷാണെന്ന് പറയുന്നതായിരിക്കും ശരി. അപ്പോൾ പൊതുവെ പേഷ്യൻസ്, രോഗികൾ ക്ലിനിക്കിലേക്ക് കയറി വരുമ്പോൾ മാനസിക പിരിമുറുക്കം, സമ്മർദ്ദം എന്ന് പറയാറില്ല. അവർ പൊതുവെ പറയാറുള്ള വാക്ക് ടെൻഷൻ എന്നാണ്. ഭയങ്കര ടെൻഷനാണ് ഡോക്ടർ എന്നാണ് പറയാറ്. അപ്പോൾ ഈ ടെൻഷൻ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം, അതിൻ്റെ ആ റേഞ്ച് അതിഭയങ്കരമാണ്. അത് ഈ പറഞ്ഞ മാതിരി ഒരു സാധാരണ പരീക്ഷ പേടിയോ അല്ലെങ്കിൽ ഒരു പുതിയ ജോലി തുടങ്ങുമ്പോഴൊരു ടെൻഷനോ എന്നതിൽ നിന്ന് തുടങ്ങി ചില സമയത്ത് വളരെ ഗുരുതരമായിട്ടുള്ള ചില മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ മാനസിക രോഗങ്ങളുടെ ലക്ഷണങ്ങൾ പോലും ആവാറുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ഞാനൊരു പേഷ്യൻ്റ് ടെൻഷൻ എന്ന് പറയുമ്പോൾ പൊതുവെ ഇമ്മീഡിയറ്റ്ലി ലൈഫിലെ സ്ട്രെസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെപ്പറ്റി മാത്രമേ ആലോചിക്കാറുണ്ടായിരുന്നുള്ളൂ. സ്ട്രെസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളുടെ കഴിവിൻ്റെ പരിധിക്ക് ഉള്ളിൽ അല്ലാത്ത കാര്യങ്ങൾ, നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതിനേക്കാൾ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വെൻ ഡിമാൻഡ് എക്സീഡ്സ് റിസോഴ്സസ് സ്ട്രെസ് റിസൾട്ട്സ് എന്ന് പറയാം. ഇപ്പം നമ്മുടെ ഒരു മനുഷ്യരുടെ ജീവിതം എന്താ പറയുക, ഫ്രം ക്രേഡിൽ ടു ഗ്രേവ് യാർഡ് എന്നുള്ളൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ എന്താ പറയുക മറ്റേ തൊട്ടിലിൽ നിന്ന് മരണം വരെ എന്നുള്ളൊരു രീതി നോക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ആദ്യം അമ്മയുടെ സാമീപ്യം ഇല്ലാതെ വരുമ്പോൾ കൊച്ചിന് ടെൻഷൻ ഉണ്ടാകുന്നു എന്ന് പറയാം. അപ്പോൾ കരഞ്ഞ് അമ്മയുടെ സാമീപ്യം നേടിയെടുക്കും. കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ അപരിചിതരായിട്ടുള്ള മുഖങ്ങൾ കാണുമ്പോൾ, സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ, അതിനെ സ്ട്രേഞ്ചർ ആങ്സൈറ്റി എന്നാണ് സൈക്കോളജിയിൽ പറയുക. കൊച്ചു കരയും. അമ്മയുടെയോ അപ്പൻ്റെയോ സാമീപ്യം കിട്ടിക്കഴിയുമ്പോൾ കൊച്ചു റിയഷ്വേർഡ് ആവും, ആ കരച്ചിൽ നിർത്തും. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ലൗഡായിട്ടുള്ള സൗണ്ട്സ് കേൾക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം ഇടി വെട്ടുമ്പോൾ കുട്ടികൾ അമ്മയുടെ അടുത്തേക്കോ അല്ലെങ്കിൽ ഫാദറിൻ്റെ അടുത്തേക്കോ ഓടും. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ, ഇരുട്ട് വന്ന് കയറുമ്പോൾ ഇരുട്ടിനെ ഭയം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ ഭൂതപ്രേതാദികളെ പറ്റിയൊക്കെ മനസ്സിലാക്കി തുടങ്ങി. ഇങ്ങനെ എന്താ പറയുക, പ്രേത സീരിയലുകളോ ഏഷ്യാനെറ്റിൽ തന്നെ ഒരുപാടുണ്ടല്ലോ. ഇതൊക്കെ കണ്ട് കുട്ടികൾക്ക് അവരുടെ ആ ഭാവന വികസിക്കുന്നതിനനുസരിച്ച് അങ്ങനെയുള്ള സൂപ്പർ നാച്ചുറൽ പവേഴ്സിനെ പറ്റിയുള്ള ഫിയർ. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ ഹലോ, ഉറക്കെ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ. വോളിയം കുറവ്. സാറേ, ഉറക്കെ ചോദിച്ചോളൂ. എന്താ സംശയം? സാറേ, കുറച്ചുകൂടി ഉറക്കെ സംസാരിക്കാമോ? ഹലോ. കേൾക്കാം, പറഞ്ഞോളൂ. ഡോക്ടറെ, ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. രഞ്ജിത്ത് പറഞ്ഞോളൂ. ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. എന്താണ് പ്രശ്നം എന്ന് പറയൂ. ഞാൻ ഒരു ലിഫ്റ്റിൽ കയറുമ്പോൾ ഒക്കെ ആ ലിഫ്റ്റ് അടഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. നമുക്കത് ഭയങ്കര, അതുപോലെ ആൾക്കൂട്ടത്തിനിടയ്ക്ക് ബസ്സിലൊക്കെ നല്ല തിരക്കിനിടയ്ക്ക് ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ജനലിലേക്ക് പോകാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഒക്കെ വരും. നമുക്ക് വെളിയിലോട്ടുള്ള വായു കിട്ടും. അങ്ങനെയുള്ള ഒരു ഭയങ്കര ടെൻഷനാണ്. അതുപോലെ രാത്രിയിലൊക്കെ നമുക്ക് കിടന്നുറങ്ങുമ്പോൾ ലൈറ്റ് പോയാലോ പെട്ടെന്ന് നമുക്ക് ലൈറ്റ് ഇല്ലാത്ത ഒരു അവസ്ഥ വരുമ്പോൾ ഒരു വല്ലാത്തൊരു ഭയവും. പിന്നെ ഞാൻ വളരെ ഒച്ചത്തിൽ തന്നെ നിലവിളിക്കാറൊക്കെ ഉണ്ട് അങ്ങനെ വരുമ്പോൾ. അങ്ങനെ ഒരു ഇതപ്പൊ ഞാൻ അതെന്താ ചെയ്യേണ്ടത്? ഇത് എത്ര കാലമായിട്ടുള്ള പ്രശ്നമാണ്? ഇതിപ്പോ ഒരു 6-7 വർഷത്തോളമായി ഇങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. രഞ്ജിത്തിന് ഇപ്പൊ എന്ത് പ്രായമുണ്ട്? എനിക്കിപ്പോ 42 വയസ്സായി. ഏകദേശം ഒരു 35-36 വയസ്സ് തൊട്ടാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. അതെ.
എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിരുന്നോ ലൈഫിൽ ഈ പ്രശ്നം ട്രിഗർ ചെയ്യാനായിട്ട്? ഇല്ല, പ്രത്യേകിച്ച് അങ്ങനെ എനിക്ക് ചില കഥകളൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു യുദ്ധത്തിന്റെ കഥകളൊക്കെ വായിച്ച പിന്നെ ഈ പടയാളികളൊക്കെ ഒരു ബോഗിയിൽ അടച്ചു കൊണ്ടുപോയ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പം പിന്നെ വായു കിട്ടാതെ അവർ മരിക്കുക, അങ്ങനെയുള്ള എന്റെ മുന്നിൽ കൂടെ കടന്നുപോയ രംഗങ്ങളായിരുന്നു. ഈ ജർമ്മൻ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പൊക്കെ പോലെ അല്ലേ? അതെ അതെ അതെ, അത് നേരത്തെ ഞാൻ പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഒരുപാട് ഗൂഗിൾ സെർച്ച് ചെയ്ത് കാണുമല്ലോ. ഇന്ന് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതെ, ഇതിനെപ്പറ്റി അന്വേഷിച്ചായിരുന്നോ ഈ പ്രശ്നത്തിന്റെ പേരെന്താണെന്ന്? ഇല്ല, ഞാനൊരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ ഉറച്ചപ്പം വീട്ടുകാരൊക്കെ പറഞ്ഞ ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണണം. അപ്പൊ അത് ഇത് ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണിത്. ഇതിനെ വിളിക്കുന്ന പേര് ക്ലോസ്ട്രോഫോബിയ എന്നാണ്. ക്ലോസ്ട്രോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടഞ്ഞ ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് പെട്ടുപോകുമോ എന്ന ഒരു ഭയം, ഒരു ഫിയർ ഓഫ് എൻട്രാപ്മെൻറ്റ്. അത് പൊതുവെ ആൾക്കാർ പറയാറുള്ളത് ലിഫ്റ്റിൻ്റെ ഉള്ളിൽ, പിന്നെ നമ്മുടെ ഈ ബാംഗ്ലൂർക്കൊക്കെ പോകുന്ന ലോങ് ഡിസ്റ്റൻസ് പോകുന്ന ബസ്സുകളുണ്ടല്ലോ, ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ തന്നെ ഇപ്പോൾ ഈ വോൾവോയുടെ ഒക്കെ ബസ്സുകളുണ്ട്. ആ ബസ്സുകളുടെയൊക്കെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ജനലിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുള്ള വായുവുമായിട്ടൊരു സമ്പർക്കമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ബസ്സുകളിൽ യാത്ര ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ലിഫ്റ്റിൽ കയറുകയാണെങ്കിൽ ഒറ്റയ്ക്ക് ലിഫ്റ്റിൽ കയറില്ല. ചിലപ്പോൾ 12ാം നിലയിലായിരിക്കാം ഒരാളെ കാണേണ്ടത്, എങ്കിലും 12 നില സ്റ്റെയർ കയറി പോവുക. പൊതുവേ ഈ പ്രശ്നത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രശ്നമുള്ളവർ പൊതുവേ ഈ സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കും. അത് ലിഫ്റ്റ് ഒഴിവാക്കാൻ ശ്രമിക്കുക, ബസ്സിൽ കയറുകയാണെങ്കിൽ ബസ്സിൻ്റെ സൈഡിൽ മാത്രം സീറ്റ് കിട്ടിയാൽ ഇരിക്കുക. എനിക്ക് ഈയിടെ ഒരു പേഷ്യൻ്റ് വന്നിരുന്നു. പുള്ളി സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ ഈ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ആളുടെ സീറ്റ് ആ വാതിലിന് എടുത്താണെങ്കിൽ മാത്രമേ ആൾ ടിക്കറ്റ് എടുക്കുകയുള്ളൂ. പൊതുവെ ഭൂരിഭാഗം ആൾക്കാരും സെൻട്രൽ ഏരിയയിൽ സ്ക്രീൻ നന്നായി കാണത്തക്ക വിധത്തിൽ ഇരിക്കാനാണ് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഒരു ഉത്കണ്ഠ രോഗമാണ്, ഒരു ആങ്സൈറ്റി ഡിസോർഡറാണ്. ഇതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മരുന്നുകൾ ഉപയോഗിച്ചിട്ടുള്ള, ഔഷധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സയും അതിനോടൊപ്പം തന്നെ ചില സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻസ്, മനഃശാസ്ത്രപരമായിട്ടുള്ള ചില ചികിത്സകളും കൂടി രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഇതിന് നല്ലൊരു റിസൾട്ട് കിട്ടുക. ഇത് ചികിത്സിച്ച് ജീവിതത്തിൽ നല്ല മാറ്റം വരുത്താവുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുക. ആ സൈക്കാട്രിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ കൂടി ഇൻപുട്ടോട് കൂടി ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പതുക്കെയാണ് മാറ്റം വരിക. എങ്കിലും ഒരു 1.5 മാസത്തിനുള്ളിൽ തന്നെ നല്ല സിംറ്റമാറ്റിക്കലി നല്ല ഒരു റിലീഫ് കിട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ചികിത്സ തേടുക. ഡോക്ടർ, നമ്മളപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് മാനസിക പിരിമുറുക്കത്തിൻ്റെ പല ഇപ്പോൾ പരീക്ഷാ പേടി മുതൽ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നു. ഈ കൊച്ചുകുട്ടികളുടെ കാര്യം പറഞ്ഞു, പിന്നെ വളർച്ചയുടെ. ഞാൻ പറഞ്ഞു വന്നത് ഓരോ ഏജിനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചില ഭയങ്ങളുണ്ട്. ആ ഒരു ഓർഡറിലായിരുന്നു പറഞ്ഞു തന്നിരുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ സൂപ്പർ ഹ്യൂമൻ പവേഴ്സിനെ പറ്റിയുള്ള ഫിയറിനെ പറ്റിയാണ്. കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ കുട്ടികൾക്ക് അവരെ കിഡ്നാപ്പ് ചെയ്യപ്പെടും, ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകുമോ, അല്ലെങ്കിൽ പാരൻസിനെങ്ങാനും മരണം സംഭവിച്ചു പോയാൽ എന്ത് സംഭവിക്കും എന്ന തരത്തിലുള്ള ചിന്തയൊക്കെ തുടങ്ങി. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഈ വെള്ള അംബാസഡർ കാർ കണ്ട ഭയമായിരുന്നു. വെള്ളക്കാറിലാണ് തട്ടിക്കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ള അംബാസഡർ കാർ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ പതുക്കെ അവിടെ നിന്ന് മാറി നടക്കും. അതെന്തുകൊണ്ട് പറഞ്ഞു എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാനത് പിന്നീട് എൻ്റെ സൈക്കാട്രിക് ട്രെയിനിങ് പീരീഡിൽ ഞാൻ ഈ ഓരോ ഏജിൽ വരുന്ന പല ഭയങ്ങളെപ്പറ്റി വായിച്ചപ്പോൾ ഞാനത് റിഫ്ലക്റ്റ് ചെയ്യായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കുണ്ടായ ചില ഭയങ്ങൾ. പിന്നെ കുറച്ചും കൂടി വലുതായി കഴിയുമ്പോഴാണ് സോഷ്യൽ ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ഞാൻ അപമാനിതനാകുമോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മണ്ടത്തരം വിളിച്ചു പറയുമോ, അങ്ങനെ മണ്ടത്തരം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഞാനൊരു കഴിവ് കെട്ടവനാണ് എന്ന് ചിന്തിക്കുമോ എന്ന ഭയം തുടങ്ങുന്നത്. അത് പൊതുവേ ഒരു 13, 14, 15 ടീനേജ് ഇയേഴ്സിൽ തുടങ്ങി. അത് നമ്മൾ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അത് ഒരു സാധാരണ എന്താ പറയുക, ഒരു നാണമോ ഒക്കെ ആയിട്ട് നമ്മളതിനെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ഭാവിയിലേക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഒരു ടീച്ചിങ് ജോബൊക്കെ കിട്ടി, അല്ലെങ്കിൽ സ്മിതയുടെ മാതിരി ഇങ്ങനെ ഒരു പ്രസൻറ്റർ ആവാനായിട്ട് താല്പര്യം ഉണ്ടാകും. പക്ഷേ ബാക്കിയുള്ളവർ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും എന്ന ഭയം അമിതമായിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയുള്ള തൊഴിൽ മേഖലകളിലൊന്നും തന്നെ അവർക്ക് പ്രവേശിക്കാൻ പറ്റാത്തൊരു സംഭവമായിട്ട് വരും. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള.
ഡോക്ടറിലെ തുടരുന്നു. ഡോക്ടർ, ഇപ്പം സ്ട്രെസ് എന്ന് പറയുമ്പോൾ തികച്ചും മനസ്സിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് ശരീരവുമായിട്ട് ബന്ധമുണ്ടോ? ശരീരത്തിനെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത്? നമ്മൾ ഈ സ്ട്രെസ്സിനെ അക്യൂട്ട് സ്ട്രെസ് എന്നും ക്രോണിക് സ്ട്രെസ് എന്നും നമുക്ക് ഡിവൈഡ് ചെയ്യാം. അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ലൈഫിലുണ്ടായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്നുണ്ടാകുന്ന മാനസിക സമ്മർദ്ദമാണ്. പക്ഷേ ക്രോണിക് സ്ട്രെസ് എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് ജീവിതത്തിൽ ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന മാനസികമായ പിരിമുറുക്കം. അത് പലപ്പോഴും ഒരുപാട് മെഡിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത പല ശാരീരിക രോഗ ലക്ഷണങ്ങളായിട്ട് പുറത്തേക്ക് വരാം. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വിട്ടുമാറാത്ത തലവേദന, അത് ചിലപ്പോൾ ന്യൂറോളജിസ്റ്റിനെയൊക്കെ കണ്ട് സ്കാനൊക്കെ എടുത്തു, EEG ഒക്കെ എടുത്തു, ചെയ്യാവുന്ന സ്റ്റഡീസൊക്കെ ചെയ്തു. പക്ഷേ അതിൽ ഒന്നും ഒരു അബ്നോർമാലിറ്റി കാണുന്നില്ല. പക്ഷേ പേഷ്യൻറ്റിന് തലവേദന വിട്ടുമാറുന്നില്ല. കഴുത്ത് വേദന, പുറം വേദന, ഓർമ്മക്കുറവ്, കോൺസെൻട്രേഷൻ ഇല്ലായ്മ, പിന്നെ ഉറക്കം ശരിയായി ആകാതെ വരിക. അത് ഉറക്കമില്ലാന്ന് പേഷ്യൻറ്റ് കംപ്ലയിൻറ്റ് പറയും. പക്ഷേ കൂടെയുള്ളവർ പലപ്പോഴും പറയും പുള്ളിക്കാരൻ നന്നായി കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നുണ്ട്. പക്ഷേ പേഷ്യൻറ്റ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാവില്ല. അതൊരു സ്ലീപ്പ് ഡിസോർഡറാണ്. അത് ഈ ക്രോണിക് സ്ട്രെസ്സിലുണ്ടാകുന്ന സ്ലീപ്പ് ഡിസോർഡറാണ്. പിന്നെ മറ്റു ചിലർക്ക് നെഞ്ചിടിപ്പ്, പാൽപിറ്റേഷൻസ്, പിന്നെ ഈ സ്ട്രെസ്സ് ആയിട്ട് ബ്ലഡ് പ്രഷറിന് റിലേഷൻ ഉണ്ട്. പലർക്കും BP കൂടുന്നതിനും കൊറോണറി ആർട്ടറി ഡിസീസസിൻ്റെ റിസ്ക് കൂടുന്നതിന് അത് കാരണമാകാം. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നു. ഹലോ. ഹലോ, ഞാനിത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. നമസ്കാരം, ചോദിച്ചോളൂ. നമസ്കാരം. ഞാൻ ഡോക്ടറെ എൻ്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പറഞ്ഞോളൂ. ഡോക്ടറെ, എൻ്റെ ഒരു സഹോദരി ഹസ്ബൻഡ് മരിച്ചു പോയി. ഇപ്പോൾ ഒരു 12 വർഷമായി. പുള്ളിക്കാരത്തേക്ക് ഒരു ഭയമാണ്. ഈ പരിചയത്തിൽ അകത്തിരിക്കുകയാണ്, കഥകളെല്ലാം അടച്ചിരിക്കുകയാണ്. എന്തെങ്കിലും വിടവുണ്ട് പേപ്പർ ഇത് കുത്തിക്കറ്റുക, പിന്നെ പട്ടിയെ ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. ആൾക്ക് ഭയമാണ്, അതുകൊണ്ട് എപ്പോഴും കഥ അടച്ച് അകത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്? കഥക് ഉണ്ട്, തുറന്നുണ്ടപ്പോൾ ഉടനെ അടയ്ക്കും. ജനലുണ്ടപ്പോൾ തുറന്ന് അടയ്ക്കും. കഥകിന് രണ്ട് വിടവുണ്ടപ്പോൾ ഇടക്കൂടെ പേപ്പർ. അടുക്കളയൊന്നും കഥ തുറക്കത്തില്ല. അടുക്കളയൊക്കെ കഥകളൊക്കെ തുറക്കാതാണ് ആഹാരങ്ങളൊക്കെ വെക്കുന്നത്. ഒരു ഉൾഭയമാണ്. എന്തായാലും ഇപ്പോൾ 5-8 വർഷമായിട്ട് ആലപ്പുഴയുടെ ഡോക്ടർ ജയകുമാർ ഡോക്ടറുടെ ചികിത്സയിലാണ്. പക്ഷെ കുറവില്ല ഇപ്പോഴും. ഡോക്ടർ രോഗത്തെ പറ്റി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? പറഞ്ഞിട്ടില്ല. മരുന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതേ ടൈപ്പിൽ തന്നെ നിൽക്കുകയാണ്. 5-8 വർഷമായിട്ട് ഇപ്പൊ മരുന്ന് കഴിക്കുന്നുണ്ട്. ഇതിന് മുമ്പ് വിളിച്ച കോളർ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഇതിനു മുമ്പത്തെ ആൾക്ക് ക്ലോസ്ഡ് സ്പേസിലായിരുന്നു പ്രശ്നം. ഇവിടെ ഈ ഇദ്ദേഹത്തിൻ്റെ പെങ്ങൾക്ക് ക്ലോസ്ഡ് സ്പേസിലാണ് സേഫ്റ്റി ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഭയം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജനലും വാതിലും അടച്ച് അകത്തിരിക്കുന്നത്. അത് ഒരു സാധാരണ രീതിയിലുള്ള ഉത്കണ്ഠ രോഗത്തിൻ്റെ കാറ്റഗറി ആവാനുള്ള സാധ്യത കുറവാണ്. ഇതിനെ വിശദമായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഡെഫിനറ്റ്ലി അതൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. ഡോക്ടർ, പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടില്ലേ, 12 വർഷമായിട്ട് ഹസ്ബൻഡ് മരിച്ചിട്ട് ഇങ്ങനെയുള്ളൊരു പ്രശ്നമാണ്. ചിലപ്പോൾ നമ്മൾ ഡോക്ടറെ കാണും, ചില സമയത്ത് നമ്മൾ ഇതിനെ സ്വയം പരിഹരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തോ ഇതുമായിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അതിനു പകരം കൃത്യമായിട്ട് ഡോക്ടറെ കാണേണ്ടതിൻ്റെ ഒരു ആവശ്യകത അത് പലർക്കും അറിയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്ന് ഡോക്ടർ ഒന്ന് വിശദമാക്കിയാൽ കൊള്ളാം. അത് എനിക്ക് തോന്നുന്നു പൊതുവെ സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോവുക എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ വലിയൊരു പ്രശ്നമാണ്. സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോകുന്നവർക്കും അവരെ കണ്ടാലറിയാം, സൈക്കാട്രിക് മരുന്ന് കഴിക്കുന്നവരെ കണ്ടാലറിയാം എന്നൊക്കെയാണ് പൊതുജനത്തിൻ്റെ ധാരണ. പക്ഷേ ഇതെല്ലാം തെറ്റായ ധാരണകളാണ്. പിന്നെ പലപ്പോഴും ഈ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആൾക്കാർ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും, സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ട് എന്താ കാര്യം എന്ന് ചിന്തിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ ക്ലിനിക്കിൽ അടുത്ത് വന്ന ഒരു പേഷ്യൻറ്റ് പിരിമുറുക്കം എന്നും പറഞ്ഞാണ് വന്നത്. ആ പിരിമുറുക്കത്തിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ ജോലി സ്ഥലത്ത് കൂടെ ജോലി ചെയ്യുന്നവർ ആളെ പല വിധത്തിലും പീഡിപ്പിച്ചത് എങ്ങനെയാണെന്നുള്ളതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ ആൾ പറഞ്ഞു ആളുടെ ജോലി തട്ടിയെടുക്കാൻ വേണ്ടി ആളുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്തു. പിന്നെ ആളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനായിട്ട് അവിടെ ക്യാമറകൾ വെച്ചിട്ടുണ്ട്. അവസാനം പുള്ളി പറഞ്ഞു പുള്ളിയുടെ കുടലും മറ്റുമൊക്കെ അവരൊരു റിമോട്ട് ഉപയോഗിച്ച് ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പുള്ളി ഈ പ്രശ്നങ്ങളെല്ലാം വല്ലാണ്ട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഗൾഫിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്നു. അപ്പോൾ ഈ പേഷ്യൻ്റ് വീട്ടുകാർ ഇതിനെ കാണുന്നത് കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ ചെയ്ത ചില കൊള്ളരുതായ്മയുടെ ഫലമായിട്ട് ഇവന് കുറച്ച് പിരിമുറുക്കങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന സംഭവങ്ങൾ ഒരു സാധാരണ ഉത്കണ്ഠയുടെയോ പിരിമുറുക്കത്തിൻ്റെയോ ലക്ഷണമല്ല, മറിച്ച് ഒരു സൈക്കോട്ടിക് ഇൽനെസ്സിൻ്റെ ലക്ഷണമാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ
ഈ പിരിമുറുക്കങ്ങളെല്ലാം പോയി നല്ല വ്യത്യാസം വരികയും ചെയ്തു. അപ്പോൾ ടെൻഷൻ എന്ന് പറയുന്നുണ്ടെങ്കിലും പലരും പലതാണ്. അതെ, നമ്മൾ അസംഷൻ കൊണ്ട് വയ്ക്കാതെ ഡോക്ടറെ കാണേണ്ട സമയത്ത് കാണുക അല്ലേ? അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ശരി. ഹലോ ഹലോ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ. കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ ബോംബെയിൽ നിന്നാണ് വിളിക്കുന്നത്. പറയൂ. എനിക്ക് 65 വയസ്സ് പ്രായമുണ്ട്. ഓക്കെ. ഞാൻ ഒരു വിഡോവറാണ്. ഓക്കെ. 18 വർഷം മുമ്പ് എൻ്റെ ഭാര്യ സൂയിസൈഡ് ചെയ്തതാ. അതിനുശേഷം ജനങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോഴൊക്കെ ഞാനും അവിടെ ഒരു സോഷ്യൽ വർക്കറൊക്കെ ഉള്ള ആളാണ്. ഇപ്പൊ ഞാൻ റിട്ടയർ ആയിരിക്കാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഏതെങ്കിലും ഒരു സന്ദർഭങ്ങളിൽ 100 ആൾക്കാർ കൂടുന്ന ഭാഗത്ത് പരിപാടിക്ക് പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് ഒരു ക്ഷണം കൊണ്ട് ഞാൻ പോകുമ്പോഴൊക്കെ ഈവൻ ഒരു കല്യാണത്തിന്റെ അവിടെയൊക്കെ പോകുന്ന സമയത്ത് തന്നെ ഞാൻ പലവരെയും കാണുമ്പോൾ മിക്കവാറും സ്ത്രീകളെ എന്നെ തുറിച്ച് കാണുന്ന ഒരു അവസ്ഥ. ചിലവരൊക്കെ വന്നിട്ട് നല്ല കാര്യങ്ങളൊക്കെ തമാശയൊക്കെ പറയുന്നതിന്റെ അവിടെ തന്നെ ഞാൻ അങ്ങനെ കാണുമ്പോൾ ചില ആൾക്കാരൊക്കെ എന്നെ ഒരു എന്തോ ഒരു രണ്ടാന്തര പൗരന്മാരോ ഒരു കൂടെ നടത്താൻ പറ്റാത്ത ഒരാളെ മാറ്റി എന്തൊക്കെ തോന്നുന്ന മാതിരി അങ്ങനെ എനിക്കൊരു തോന്നലുണ്ടാവുക. അപ്പൊ എനിക്കവിടെ ജനങ്ങളുടെ മുമ്പിൽ എനിക്കൊരു പ്രാധാന്യമില്ലാത്ത മാതിരിയും കഴിഞ്ഞ ഭാര്യയുടെ മരണത്തിന് ഉടനെ തന്നെ ഈ തോന്നലുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടായോ അതോ സമീപകാലത്താണോ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്? സമീപകാലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് അങ്ങനെ ഉണ്ട്. ഇത് ഭാര്യ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഏറ്റവും എന്താ പറയുക ട്രാജിക്കായിട്ടുള്ളൊരു ഇവൻ്റാണ്. അത് പലതരത്തിലുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും ട്രിഗർ ചെയ്യുന്നതിന് അത് കാരണമാക്കാം. പക്ഷേ ഇത് ഒരു സാധാരണ ഉത്കണ്ഠയാണോ അതോ അതിനപ്പുറത്തേക്ക് കൂടുതൽ ഗൗരവമുള്ള ഒരു മാനസികാരോഗ്യ പ്രശ്നമാണോ എന്ന് തീരുമാനിക്കണമെങ്കിൽ താങ്കളുടെ വളരെ പേഴ്സണലായിട്ടുള്ള ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് സൈക്കാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ വല്ലതും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കാണണം, സംസാരിക്കണം. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങളാണ്. ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. ഡോക്ടറെ തുടരുന്നു. ഡോക്ടർ, നമ്മൾ മനസ്സിൻ്റെ ഈ സ്ട്രെസ്സ് ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ചില തലയുമായിട്ട് ബന്ധപ്പെട്ട സിംറ്റംസ് ആണ്. പിന്നെ അതിനുശേഷം നമ്മൾ നെഞ്ചെടുപ്പ് ഉണ്ടാവുക, ചിലരിൽ ഈ ശ്വാസം മുട്ടും ശ്വാസതടസ്സവും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൂടി വരിക, സംബന്ധമായിട്ടുള്ള ഒരുപാട് രോഗങ്ങളുമായിട്ടും ഈ മാനസിക പിരിമുറുക്കങ്ങൾ ഉള്ള രോഗികൾ പലപ്പോഴും ഡോക്ടേഴ്സിനെ സമീപിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും ശരീരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റിനെയോ ന്യൂറോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ജനറൽ ഫിസിഷ്യനെയോ കാണുക എന്നുള്ളതാണ്. പക്ഷേ ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ട് അതിൽ എന്താ പറയുക കുഴപ്പങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ നമ്മൾ നിശ്ചയമായും നമ്മൾ ഒരുപക്ഷെ തിരിച്ചറിയാത്ത ഒരു മാനസിക അസ്വാസ്ഥ്യം, ഒരു പിരിമുറുക്കമാണോ ഈ രോഗലക്ഷണങ്ങൾക്ക് പിന്നീടുള്ളത് എന്നതിനെപ്പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു സൈക്കാട്രിസ്റ്റിനെയോ ഒരു സൈക്കോളജിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ഓർക്കേണ്ട ഒരു സംഭവമാണ് അത്. ഡോക്ടർ, മറ്റൊന്ന് ഈ അകാരണമായിട്ടുള്ളൊരു ഭയം, എന്തിനേയും ഭയം, പാനിക് ആവുന്ന ഒരവസ്ഥ, ഒരു കാരണവുമില്ലാതെ പാനിക് ആവുന്ന ഒരവസ്ഥ, അതും സ്ട്രെസ്സുമായിട്ട് എങ്ങനെ റിലേറ്റഡ് ആയിട്ട്? അത് ഈ സ്ട്രെസ് റിലേറ്റഡ് ആങ്സൈറ്റി ഡിസോർഡേഴ്സിൻ്റെ ഒരു കാറ്റഗറിയാണ് ഈ പാനിക് ഡിസോർഡർ എന്ന് പറയും. ഈ പാനിക് ഡിസോർഡറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള അപകടം ഇപ്പം തന്നെ സംഭവിക്കും എന്ന ഒരു ഉറച്ച ബോധ്യമാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പൊതുവേ പാനിക് ഡിസോർഡറിൽ ഉണ്ടാകുന്ന സിംറ്റംസ് ഹാർട്ട് റിലേറ്റഡോ അല്ലെങ്കിൽ അതായത് ഒന്നുകിൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു എന്നായിരിക്കും പേഷ്യൻറ്റിൻ്റെ ഒരു ഉറച്ച വിശ്വാസം, അല്ലെങ്കിൽ എനിക്കിപ്പോൾ സ്ട്രോക്ക് ഉണ്ടാവാൻ പോകുന്നു എന്നതായിരിക്കും ഉറച്ച ഒരു തോന്നൽ. പൊതുവേ അവർ ചെയ്യുക ഇമ്മീഡിയറ്റ്ലി കാഷ്വാലിറ്റി പോവുക എന്നുള്ളതാണ്. കാഷ്വാലിറ്റി പോയി ടെസ്റ്റുകൾ നടത്തുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ ടെസ്റ്റുകളെല്ലാം പൂർത്തിയാക്കി കഴിയുമ്പോൾ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരിക്കൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അങ്ങനെ സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ പാനിക് ഡിസോർഡറിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് സഡൻ അൺപ്രൊവോക്ഡ് ആങ്സൈറ്റി അറ്റാക്ക്, ഇൻറ്റൻസ് ആങ്സൈറ്റി അറ്റാക്ക്. അതിൻ്റെ ഒപ്പം തന്നെ ശരീരത്തിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാവുകയും ചെയ്യുക.
ഇത് നമ്മുടെ ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഗുരുതരമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇത് ട്രീറ്റബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം കൺസേൺ സ്പെഷ്യലിസ്റ്റുകളെ കണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഒരു സൈക്കാട്രിസ്റ്റിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ സേവനം തേടുക. ഡോക്ടർ, ഇത് എത്ര സംസാരിച്ചാലും തീരാത്ത ഒരു ടോപ്പിക്കാണെന്നറിയാം. പക്ഷെ നമ്മുടെ സമയം വളരെ പരിമിതമാണ്. ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.